ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. ഞാൻ സൂരജ് കോടിയേരി. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ സീരീസ്, അതായത് ഇന്ത്യൻ നദികൾ, ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിപ്പിക്കുന്ന കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ നദികൾ പഠിക്കും എന്നാണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെ നദികൾ പഠിക്കും എന്നുള്ളത്. ഈ നദികൾ, ഇന്ത്യയിലെ നദികൾ പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇന്ത്യ ഏഴാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. പോരാത്തന്നെ ഹിമാലയവും പശ്ചിമഘട്ടം പോലുള്ള വളരെ വലിയ പർവ്വതനിരകൾ ഇന്ത്യയിലുണ്ട്. അതിൽ നിന്നൊക്കെ നൂറുകണക്കിന് നദികൾ ഉത്ഭവിച്ച് നമ്മുടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലൊക്കെ ആയിട്ട് പതിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നദികൾ പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ എത്ര സമയം ചെലവഴിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ കിട്ടണമെന്നില്ല. അപ്പൊ ഇത് പഠിക്കാനുള്ള സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു നദി വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു നദീ വ്യവസ്ഥ പഠിച്ചാൽ മതി. ഇപ്പോ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സിന്ധു നദിയെ കുറിച്ചാണ്. സിന്ധുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ ഇന്ന് സിന്ധു ബൈഹാർട്ടായി. ഇത് നിങ്ങളുടെ മെമ്മറിയിൽ കുറച്ചു നേരം ഓർത്ത് വെക്കാൻ പറ്റും. ഒന്നുകൂടി റിവിഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. എക്സാം വരുന്നതിനുള്ളിൽ നമുക്ക് ഇതേപോലെ ഓരോ നദികളായിട്ട് പഠിച്ച് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് നദികൾ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എൻ്റയർ ഇന്ത്യയിലെ നദികൾ പഠിക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ കേരള നദികളിലേക്കും പോകും. അപ്പോ ഇന്ത്യൻ നദികളിൽ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് സിന്ധു നദിയാണ്. പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ഇന്ത്യൻ നദികൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നദികളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, എക്സ്ട്രാ പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞുതരും. അപ്പൊ നദികൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് കേൾക്കുന്ന സംഭവമാണ് പ്രധാന നദീതടം, ചെറു നദീതടം, അല്ലെങ്കിൽ സാമാന്യം വിസ്തൃതിയുള്ള നദീതടം എന്നൊക്കെ. എന്ന് വെച്ചാൽ പ്രധാന നദീതടം എന്ന് വെച്ചാൽ മേജർ റിവർ ബേസിൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മേജർ റിവർ ബേസിൻ എന്നൊക്കെ പറയും. മേജർ റിവർ ബേസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടി പ്രദേശമുള്ള ഈ വൃഷ്ടി പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദി, അതിൻ്റെ പോഷക നദി ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശം. ഒരു നദി, അതിൻ്റെ പോഷക നദി, അതിൻ്റെ ഉത്ഭവ പ്രദേശം എല്ലാം അടങ്ങുന്ന ഒരു ആ നദിയുമായി ബന്ധമുള്ള, അതായത് ആ നദിയിലേക്കുള്ള ഓരോ തുള്ളി വെള്ളവും വരുന്ന ആ ഒരു ഭൂവിഭാഗത്തെ, ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു മേഖലയെ മുഴുവനായിട്ട് വിളിക്കുന്ന പേരാണ് റിവർ ബേസിൻ എന്നത്, അഥവാ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. ഇപ്പൊ 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടി പ്രദേശമുള്ള നദികളെ നമുക്ക് പ്രധാന നദീതടങ്ങൾ അഥവാ മേജർ റിവർ ബേസിൻസ് എന്ന് വിളിക്കാം. ഇപ്പൊ നമുക്ക് സിന്ധു, നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന സിന്ധു, നമ്മുടെ ഇന്ത്യയിലെ പ്രധാന നദികൾ ഗംഗ, ഗോദാവരി, അല്ലെ, ഇതുപോലുള്ള നദികൾ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളെല്ലാം തന്നെ നമ്മുടെ പ്രധാന നദീതടങ്ങളാണ്, അഥവാ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മേജർ റിവർ ബേസിൻസ് ആണ്. ഇത് കഴിഞ്ഞാൽ സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ, ഇതിനെ നമ്മൾ മീഡിയം റിവർ ബേസിൻ എന്ന് പറയും. മീഡിയം റിവർ ബേസിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ 2,000 തൊട്ട് 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടി പ്രദേശമുള്ളവയാണ് നമുക്ക് പൊതുവെ ഇങ്ങനെ ഒക്കെ വിളിക്കുന്നത്. നമ്മുടെ ബാക്കി നദികൾ ആയിട്ടുള്ള നർമ്മദ, ഈവൻ കേരളത്തിലെ പെരിയാറ് പോലും സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളിൽ പെടുന്നതാണ്. മറക്കരുത്, നർമ്മദയും താപ്തിയും, അല്ലെ, താപ്തിയും പെരിയാറും ഒക്കെ വരുന്നത് ഈ പറഞ്ഞ മീഡിയം റിവർ ബേസിന്റെ അണ്ടറിലാണ്. ഇനി ചെറു നദീതടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറു നദീതടങ്ങൾ എന്ന് പറയുമ്പോൾ 2,000 ചതുരശ്ര കിലോമീറ്ററിൽ 2,000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടി പ്രദേശമുള്ളവ എന്ന് വെച്ചാൽ വളരെ ചെറിയ നദികൾ. ഇപ്പൊ കേരളത്തിലേക്ക് ചെറിയ നദികളൊക്കെ എന്താണ്, ചെറു നദീതടങ്ങളിലാണ് വരുന്നത്. പെരിയാർ ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ചെറു നദീതടങ്ങളിലാണ് വരുന്നത്. 2,000 ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിന് താഴെയായിരിക്കും റിവർ ബേസിൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു വൃഷ്ടി പ്രദേശം എന്ന് പറയും. അപ്പോ എന്താണ് പ്രധാന നദീതടം, സാമാന്യം വിസ്തൃതിയുള്ള നദീതടം, ചെറു നദീതടം എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ഏരിയയിലേക്ക് പോവാം. ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ റിവേഴ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്കറിയാം, പൊതുവെ നമ്മുടെ ഇന്ത്യയിലെ നദികൾ ഒന്നുകിൽ ഭൂരിഭാഗം നദികളും എന്ന് തന്നെ ഞാൻ പറയുന്നു. ഭൂരിഭാഗം നദികൾ ഇപ്പോ ഗംഗയായാലും ശരി, ബ്രഹ്മപുത്രയായാലും ശരി, അല്ലെ, അതുപോലെ എന്താണ് നമ്മുടെ ഗോദാവരി ആണെങ്കിലും ശരി, കൃഷ്ണ, കാവേരി,
ഇനി പ്രധാനപ്പെട്ട എല്ലാ നദികളും മഹാനദി എല്ലാം പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ ചില നദികൾ, വളരെ കുറച്ച് നദികളേ ഉള്ളൂ. നർമ്മദ, താപ്തി തന്നെ പ്രധാനം. പിന്നെ നമ്മുടെ മഹി, അതുപോലെ സബർമതി പോലുള്ള നദികൾ, അല്ലെങ്കിൽ കേരളത്തിലെ പെരിയാറ്, അല്ലെ, കേരളത്തിലെ പെരിയാറ്, അതുപോലെ കർണാടകയിലെ ശരാവതി നദി, അതുപോലെ ഗോവയിലെ മണ്ടോവി, സുവാരി പോലുള്ള നദികൾ. ഇങ്ങനെ ചില നദികൾ പതിക്കുന്നത് അറേബ്യൻ സീയിലാണ്. അപ്പോ ഭൂരിഭാഗം പതിക്കുന്നതും ബംഗാൾ ഉൾക്കടലിലാണെന്ന് നമ്മൾ പഠിച്ചു. ചില നദികൾ അറബിക്കടലിലും പതിക്കുന്നുണ്ടെന്നും നമ്മൾ പഠിച്ചു. 77% പതിക്കുന്നതും ബേസിക്കലി ബംഗാൾ ഉൾക്കടലിലാണ്. വെറും 23% നദീവ്യൂഹം മാത്രമേ ഇന്ത്യയിൽ അറബിക്കടലിൽ പോയി പതിക്കുന്നതുള്ളൂ. ബാക്കിയെല്ലാം 77%വും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്, മറക്കരുത്. ഇനി അടുത്തത്, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ നദി, ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഇന്ത്യ മാത്രം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ നദിയാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, ഏറ്റവും കൂടുതൽ പോഷക നദികളെല്ലാം നമ്മുടെ ഗംഗയ്ക്കാണ്. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ മാറ്റം കാണാൻ പറ്റും. ജലം ഏറ്റവും കൂടുതൽ വഹിക്കുന്നത് അത് ഗംഗയല്ല, അത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ബ്രഹ്മപുത്രയാണ്. ബാക്കി ഏതൊരു പെർസ്പെക്റ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഗംഗയാണ് ആൻസർ ആയിട്ട് വരിക. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി, രണ്ടാം സ്ഥാനം ആർക്കാ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില അധിക പേരും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഏറ്റവും വലിയ നദി ഗംഗയാണ്. സെക്കൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിന്ധു, ബ്രഹ്മപുത്രയൊക്കെയാണെന്ന് വേണമെങ്കിൽ നമ്മൾ എഴുതി പോകും. പക്ഷേ രണ്ടും ഇന്ത്യയിൽ കുറച്ചു ദൂരം മാത്രമേ ഒഴുകുന്നുള്ളൂ. ബ്രഹ്മപുത്ര ആണെങ്കിൽ ആസാമിലും അരുണാചൽ പ്രദേശിലും, സിന്ധു ആണെങ്കിൽ ലഡാക്കിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ. പൂർണ്ണമായിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും നീളം കൂടിയ, പൂർണ്ണമായി ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒഴുകുന്നതിൽ ഗോദാവരിയാണ് സെക്കൻഡ്, ഫസ്റ്റ് ഗംഗയാണ്. മറക്കരുത്, ഗംഗ കഴിഞ്ഞ ഒരു ഉപദ്വീപീയ നദിയാണ്, ഹിമാലയത്തിലെ നദിയല്ല. അതാണ് ഗോദാവരിയുടെ പ്രത്യേകത. ഇനി അടുത്തത്, ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഇനി നമ്മൾ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഉപദ്വീപിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും വലിയ നദി അതുകൊണ്ട് തന്നെ ഗോദാവരിയാണ്. സെറ്റ് അല്ലേ? ഏറ്റവും കൂടുതൽ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഗംഗ ഒരു ഹിമാലയൻ നദിയാണ്, ഇതൊരു ഉപദ്വീപീയ നദിയാണ്. അപ്പൊ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി നമ്മുടെ ഗോദാവരിയാണ്, മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പൊ വീണ്ടും നമ്മൾ മുന്നോട്ട് പോന്നു. ഉത്ഭവസ്ഥാനത്തിനനുസരിച്ച് നമുക്ക് ഇന്ത്യയിലെ നദികളെ രണ്ടായിട്ട് തരംതിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ. നമ്മുടെ ഹിമാലയത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെ, ഹിമാലയത്തു നിന്ന് ഉത്ഭവിച്ചിട്ട് പല വഴിക്ക് പോകുന്ന, പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന ഈ നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിമാലയൻ നദികൾ. ഇനി ഇതല്ല, ഇന്ത്യയുടെ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടമോ ഇല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള പീഠഭൂമികള്, അല്ലെ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളൊക്കെ ആണെങ്കിൽ, വിന്ധ്യ, സത്പുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികളാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപദ്വീപീയ നദികൾ. എന്താ? ഉപദ്വീപീയ നദികൾ. കണ്ടല്ലോ? അപ്പോ ഇതാണ് ഉപദ്വീപീയ നദികൾ, അതേസമയം മറ്റതാണ് ഹിമാലയൻ നദികൾ. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഇന്ത്യയുടെ ഉപദ്വീപിൽ നിന്ന്, ഉപദ്വീപ് എന്ന് വെച്ചാൽ എന്താ? ഇത് മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ഈ ഒരു ഭാഗം, ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ നദികളാണ്. ഇനി ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഞാനൊരു ടേബിൾ വരക്കുവാണ്, സിമ്പിൾ ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് എഴുതാം. ഹിമാലയൻ നദിയും ഉപദ്വീപീയ നദിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് ഹിമാലയൻ നദികൾ എഴുതാം, ഇവിടെ നമുക്ക് ഉപദ്വീപീയ നദികൾ എഴുതാം. ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഹിമാലയൻ നദികൾ വർഷത്തിലുടനീളം നീരൊഴുക്കുള്ളവയാണ്. ഇതിന് നമുക്ക് കോമൺ ആയിട്ട് ഒരു ടേം ഇംഗ്ലീഷിലുണ്ട്, പെരനിയൽ റിവേഴ്സ്. ഇത് വർഷത്തിലുടനീളം നീരൊഴുക്കുള്ള നദികളാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹിമാലയൻ നദികൾ സമ്മർ സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് മൺസൂൺ മഴയുടെ വെള്ളം ഉണ്ടാവും, അല്ലാത്ത സമയത്ത് മഞ്ഞുരുകിയിട്ടും വെള്ളം ഉണ്ടാവും. അപ്പൊ വർഷത്തിലുടനീളം നീരൊഴുക്കുണ്ട്. ഉപദ്വീപീയ നദികൾ അങ്ങനെയല്ല, സീസണൽ നദികളാണ്. ഏതാ സീസൺ?
മൺസൂൺ സീസണിൽ മാത്രമേ ഈ നദിയിൽ കാര്യമായിട്ട് വെള്ളം ഉണ്ടാവൂ, അല്ലാത്ത സമയത്ത് കുറച്ച് മാത്രമേ വെള്ളം ഉണ്ടാവൂ. ഇതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം, ഹിമാലയൻ നദികൾ പൊതുവെ വളരെ പ്രായം കുറഞ്ഞവയാണ്. പ്രായം കുറഞ്ഞവ. ചില പ്രായം കൂടിയ നദികളല്ലാതെ ബാക്കിയൊക്കെ പ്രായം കുറഞ്ഞവയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗംഗയും യമുനയൊക്കെ പറയാം. അതേസമയം ഉപദ്വീപീയ നദികൾ പൊതുവെ പ്രായം കൂടിയവയാണ്, നല്ല ഓൾഡ് റിവേഴ്സ് ആണ്. എക്സാമ്പിൾ ഗോദാവരി, കൃഷ്ണ, ഇതൊക്കെ നല്ല പഴക്കം ചെന്ന നദികളാണ്. ഗംഗയെക്കാളും പ്രായമുണ്ട് ഗോദാവരിക്ക്. ഗംഗ ഹിമാലയം രൂപപ്പെട്ടതിന് ശേഷം ഒഴുകുന്ന നദിയാ. ഗോദാവരി അതിനേക്കാൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിൽ ഉണ്ടായിരുന്ന നദിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗംഗ പ്രായം കുറഞ്ഞ നദിയാ. ഗംഗ കഴിഞ്ഞ ഏറ്റവും വലിയ നദി ഏതാ ഇന്ത്യയിൽ? ഗോദാവരി അല്ലേ. അതുകൊണ്ടാണ് ഗോദാവരിയെ നമ്മൾ വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നത്. എന്താ? വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് പ്രായം കൂടിയ നദിയാണ് ഗോദാവരി. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ. ഹിമാലയ നദികൾ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികൾ ഉപദ്വീപിലെ പശ്ചിമഘട്ടം, എവിടെ നിന്നൊക്കെയാ? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ചോട്ടാനാഗ്പൂർ പീഠഭൂമി, അമർകണ്ടക് പീഠഭൂമി, വിന്ധ്യ, സത്പുര, ആരവല്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്, ഉപദ്വീപിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ കൂടുതൽ പറയുന്നില്ല. ഹിമാലയൻ നദികൾ, ഹിമാലയൻ നദികൾ, ഇതിൽ ഒരു പോയിന്റ് ഞാൻ എക്സ്ട്രാ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയതിൽ പ്രായം കുറഞ്ഞവയാണ് പൊതുവേ ഹിമാലയൻ നദികൾ, ഗംഗയും യമുനയൊക്കെ എക്സാമ്പിൾ. പക്ഷെ പ്രായം കൂടിയവയും ഉണ്ട്. ചില നദികൾ, ഹിമാലയത്തിന്റെ വടക്ക് നിന്ന് വരുന്ന ചില നദികൾ പ്രായം കൂടിയവയാണ്. അതൊന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ചില എക്സെപ്ഷൻസ് എവിടെയുണ്ട്? ഹിമാലയൻ നദികളിൽ പ്രായം കൂടിയവയും ഉണ്ട്. എക്സാമ്പിൾ സിന്ധുവിന് നല്ല പ്രായമുണ്ട്. ബ്രഹ്മപുത്രയ്ക്കും പ്രായമുണ്ട്. ഹിമാലയം രൂപപ്പെടുന്നതിന് മുമ്പ് രൂപപ്പെട്ട നദികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചില സ്ഥലങ്ങളിൽ ഈ ബ്രഹ്മപുത്രയും സിന്ധു ഒക്കെ മെൻഷൻ ചെയ്യുമ്പോൾ, സത്ലജ്, ഗാഗ്ര തുടങ്ങിയ നദികൾ മെൻഷൻ ചെയ്യുമ്പോൾ ട്രാൻസ് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. അവയൊക്കെ എന്താ വിളിക്കുക? ട്രാൻസ് ഹിമാലയൻ നദികൾ. അതേസമയം ഗംഗയും യമുനയൊക്കെ ഹിമാലയൻ നദികളാണ്. എന്താ ട്രാൻസ് ഹിമാലയൻ നദികൾ? ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. സെറ്റല്ലേ? ഓക്കെ. അപ്പോ വർഷത്തിലുടനീളം നീരൊഴുക്കുള്ളവയാണ്. അതുകൊണ്ട് ഹിമാലയൻ റിവേഴ്സിനെ നമ്മൾ പെരനിയൽ റിവേഴ്സ് എന്ന് പറയും. കൂടുതലും ഹിമാലയത്തെക്കാൾ ഞാൻ കുത്തുന്നു, പ്രായം കുറഞ്ഞവയാണ്, കുറഞ്ഞ നദികളാണ്. മറക്കരുത്. എക്സാമ്പിൾ ആയിട്ട് ആരെയൊക്കെ ഞാൻ എഴുതുന്നു? ഗംഗയും യമുനയും എഴുതുന്നു. ഇനി പ്രായം കൂടിയ നദികൾ, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനുള്ള കാരണം ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. പ്രായം കൂടിയ നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 സിന്ധു, 2 ബ്രഹ്മപുത്ര, ഓക്കെ, പിന്നെ ആരാ? സത്ലജിന് നല്ല പ്രായമുണ്ട്. നിങ്ങൾ ഈ നദികളൊക്കെ മാപ്പിൽ നോക്കിയാൽ മതി. ഇവരൊക്കെ ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് വരുന്നവരായിരിക്കും. അപ്പോ ഈ ഹിമാലയൻ നദികളെയൊക്കെ നമ്മൾ ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ് വിളിക്കുക. എന്താ? ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ് വിളിക്കുക. സെറ്റല്ലേ? ഇപ്പൊ പ്രധാന ഹിമാലയൻ നദികളിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിന്ധുവിനെ കുറിച്ചാണ്. നമ്മൾ മാപ്പിൽ സിന്ധുവിന്റെ സകല ഡീറ്റെയിൽസും പഠിക്കും. ഓക്കെ. ഇതേ നോക്കിക്കോ. ഇതാണ് സിന്ധു. ഇന്ത്യയുടെ മാപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇന്ത്യയുടെ മാപ്പ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതേ ഇന്ത്യയുടെ തല, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലെ? പഞ്ചാബ്, രാജസ്ഥാൻ വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണുന്നുണ്ട്. തൊട്ടപ്പുറം പാകിസ്ഥാൻ ഉണ്ട്, ഇവിടെ നേപ്പാൾ ഉണ്ട്. കാണാലോ? ഓക്കെ അല്ലേ? അപ്പോ സിന്ധു ഞാൻ മാപ്പിൽ ആദ്യം കാണിച്ചു തരാം. എപ്പോഴും ഒരു സാധനം പഠിക്കുന്നതിന് മുമ്പ് ആ സാധനം എവിടെയാണെന്ന് മാപ്പിൽ നോക്കുക, എന്നിട്ടേ പഠിക്കാൻ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സിന്ധു ഞാൻ ആദ്യം ഈ മാപ്പിൽ വരക്കാം. ഇതേ കണ്ടല്ലോ, സിന്ധുവിനെ കണ്ടല്ലോ. സിന്ധു ഇതേ ഇങ്ങനെ ഒഴുകിയിട്ട് ഇന്ത്യയുടെ ലഡാക്കിലൂടെ ഒഴുകിയിട്ട് എങ്ങോട്ടാ പോന്നേ? ഇതേ പാകിസ്ഥാനിലേക്ക് കടന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങ് അവസാനം അറബിക്കടലില്, പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടല്ലോ? കറാച്ചി ബിരിയാണിയൊക്കെ കേട്ടിട്ടില്ലേ? കറാച്ചിയിൽ പോയിട്ട് അവസാനിക്കും, അറബിക്കടലിൽ പതിക്കും. അതുകൊണ്ട് അറബിക്കടലിന്റെ പുരാതന പേര് പോലും സിന്ധു സമുദ്ര എന്നാണ്. എന്താ? അറബിക്കടലിന്റെ പഴയ പേരെന്താ?
അറബിക്കടലിന്റെ പഴയ പേര് സിന്ധു പതിക്കുന്നത് കൊണ്ട് ഇത് അറിയപ്പെടുന്നത് സിന്ധു സമുദ്ര എന്നാണ്. ഓക്കെ, സിന്ധു സമുദ്ര അഥവാ സിന്ധു സാഗർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആരെ? അറബിക്കടലിനെ. ഓക്കെ, അപ്പൊ സിന്ധു പതിക്കുന്നത് അറബിക്കടലിലാണ്. ഹെൻസ് ദ നെയിം. അറബിക്കടലിന് എന്താ പേര്? സിന്ധു സമുദ്ര, സിന്ധു പതിച്ചുണ്ടായ സമുദ്രം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, പുരാതന പേര്. അപ്പൊ ഇതാണ് സിന്ധു. ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇത് ഒഴുകുന്നത്? ഇന്ത്യയുടെ ബോർഡർ ഞാൻ വരക്കുന്നുണ്ട്. ഇന്ത്യയുടെ ബോർഡർ ഞാൻ വരക്കുന്നുണ്ട്. ഇത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്, ഇത് ലഡാക്ക് ആണ്. ഇതാരാ? ഇത് ലഡാക്ക് ആണ്, ഇത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നുണ്ടോ സിന്ധു? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. ഇല്ല. ഇവൻ ബേസിക്കലി ഒഴുകുന്നത് ലഡാക്കിലൂടെയാണ്. ഇപ്പൊ സിന്ധുവിനെ കാണാൻ നിങ്ങൾ എവിടെ പോണം? ലഡാക്കിൽ പോണം. വേറെ എവിടെയും ഇന്ത്യയിൽ നമുക്ക് സിന്ധുവിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ നേരെ ഒരു വിമാനം പിടിച്ചു പോയാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന വിമാനത്താവളമുള്ള സ്ഥലമാണ് ലേ. വിമാനത്താവളത്തിന്റെ പേരറിയോ? കുഷോക് ബാക്കുള റിംപോച്ചി എയർപോർട്ട്. വലിയ പേരല്ലേ? റിംപോച്ചി ആലോചിച്ചാൽ മതി. റിംപോച്ചി എന്തായാലും മനസ്സിൽ നിൽക്കുമല്ലോ. അപ്പുകുട്ടനെയൊക്കെ ഓർമ്മയില്ലേ ഗോദയിലെ? അപ്പോ റിംപോച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. ഈ ലേ എന്ന പട്ടണത്തെ ചുറ്റിക്കൊണ്ടാണ് നമ്മുടെ സിന്ധു ഒഴുകുന്നത്. ഓക്കെ, അപ്പോ ലഡാക്കിലാണ് നമ്മുടെ ഈ പറഞ്ഞ സിന്ധു ഉള്ളത്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഞാൻ മലനിരകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു മലനിരക്കും പർവ്വതനിരക്കും ഈ രണ്ട് പർവ്വതനിരകളുടെ ഇടയിലൂടെയാണ് നമ്മുടെ ആരൊഴുകുന്നത്? സിന്ധു ഒഴുകുന്നത്. ഏതൊക്കെ പർവ്വതനിരയാ ഇത്? ഇത് നമ്മുടെ ലഡാക്ക് എന്ന പർവ്വതനിര. ലഡാക്കിലൂടെ ഒഴുകുന്നതല്ലേ? ആ പർവ്വതത്തിന്റെ പേരും ലഡാക്ക് തന്നെ. ലഡാക്ക് എന്ന പർവ്വതനിരയും സസ്കർ എന്ന പർവ്വതനിരയാണ്. അപ്പൊ സിന്ധു ഒഴുകുന്ന പർവ്വതനിരകൾ കണ്ടല്ലോ. കറക്റ്റ് മനസ്സിലാവുന്നില്ലേ? ലഡാക്കിലൂടെ ഏതൊക്കെ പർവ്വതനിരകളുടെ? ലഡാക്കിന്റെയും സസ്കർ എന്ന പർവ്വതനിരയുടെ ഇടയിലൂടെ ലേ എന്ന പട്ടണത്തെ ചുറ്റിക്കൊണ്ട് ഒഴുകുന്ന നദിയാണ് സിന്ധു. സെറ്റല്ലേ? കുറച്ചു ദൂരം മാത്രമേ ഇന്ത്യയിൽ ഒഴുകുന്നുള്ളൂ. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ. ബാക്കി എങ്ങോട്ട് ഒഴുകുന്നേ? പാകിസ്ഥാനിലാണല്ലേ? എടാ, പാകിസ്ഥാനിൽ ഇത് പ്രവേശിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തിനൊരു പേരുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരാണ് ചില്ലാർ. എന്താ പേര്? ചില്ലാർ. പാകിസ്ഥാനിലെ ചില്ലാർ എന്ന പ്രദേശത്തു കൂടിയാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മറക്കരുത്. ചില്ലാർ. സെറ്റല്ലേ? 10th ഫിലിംസ് 2021 ക്വസ്റ്റ്യനാ. സിന്ധു നദി പതിക്കുന്നത്, പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രദേശത്തു കൂടിയാണ്? ചില്ലാർ. സി ആയിരുന്നു ഓപ്ഷൻ. ഇന്നും എന്റെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ഓർമ്മ വരുന്നു. ചില്ലാറിലൂടെയാണ് പ്രവേശിക്കുന്നത്. മാപ്പ് പഠിച്ചല്ലോ. ഇനി നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും സിന്ധു. വായിച്ചു നോക്കാം. സിന്ധു ഉത്ഭവിക്കുന്നത്, എപ്പോഴും ഒരു നദി പതിക്കുമ്പോൾ ഉത്ഭവവും പതനവും ആദ്യം തന്നെ അങ്ങ് പഠിച്ചു നോക്കാം. ബൊക്കാർചു ഹിമാനിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഈ ബൊക്കാർച്ചൂർ ഹിമാനി കൈലാസ പർവ്വതത്തിലാണ്. നോക്കിക്കോ, മാപ്പ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. കൈലാസം കണ്ടല്ലോ, കൈലാസ പർവ്വതനിര കണ്ടല്ലോ. കൈലാസ പർവ്വതനിരയുടെ അടുത്തുനിന്നാണ് ആര് ഉത്ഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്? സിന്ധു ഉത്ഭവിക്കുന്നത്. ഇതാണ് കൈലാസ പർവ്വതം. കണ്ടല്ലോ. ഇപ്പോ കൈലാസത്തുനിന്ന് ആള് ഉത്ഭവിക്കുന്നത് കണ്ടല്ലോ. കൈലാസ പർവ്വത നിരയിലെ ഹിമാനിയുടെ പേരെന്താ? ബൊക്കാർചു ഹിമാനി. അപ്പൊ ഈ ബൊക്കാർചൂലിൽ നിന്നാണ് ഇവൻ ഉത്ഭവിക്കുന്നത്. ഇവിടെ ഒരു തടാകവും നിങ്ങൾക്ക് കാണാൻ പറ്റും. മാപ്പിലുണ്ട്. മാനസരോവർ തടാകം. അപ്പൊ മാനസരോവർ തടാകത്തിന്റെ അടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ കിട്ടിയല്ലോ. ഹിമാനി ചോദിച്ചു കഴിഞ്ഞാൽ ബൊക്കാർചു ഹിമാനി, തടാകം ചോദിച്ചു കഴിഞ്ഞാൽ മാനസരോവർ തടാകം. നമ്മൾ കണ്ട് പഠിച്ചു. ഹിമാനിയുടെ പേരും പഠിച്ചു. ഇനി ഇതിനെ ടിബറ്റിൽ വിളിക്കുന്ന പേര്, സിന്ധുവിനെ ടിബറ്റിൽ വിളിക്കുന്ന പേര് സിംഗി കമ്പൻ എന്നാണ്. സിംഗി കമ്പൻ. സിംഹത്തിന്റെ കമ്പൻ. കമ്പൻ എന്ന് വെച്ചാൽ മൗത്ത്. ലയൺസ് മൗത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. മൗത്ത് ഓഫ് ലയൺ. സിംഹത്തിന്റെ വായ എന്നാണ് സിന്ധു നദിയെ വിളിക്കുന്നത്. എന്താ ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ സിംഹത്തിന്റെ വായ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ നീളം 3400
3180 കിലോമീറ്റർ ആണ്. ചില പുസ്തകങ്ങളിൽ 2880 കിലോമീറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ 3180 കിലോമീറ്റർ ആണ് യഥാർത്ഥ നീളം, മറക്കരുത്. ഇനി ഇന്ത്യയിലെ നീളം എന്ന് പറയുന്നത് 709 കിലോമീറ്റർ. പക്ഷെ NCERT-യിൽ ഇങ്ങനെ 1114 കിലോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയോടാ? ഇന്ത്യയുടെ കുറച്ച് ഭാഗം ഈ ഭാഗം മുഴുവൻ ഇപ്പൊ ഭരിക്കുന്നത് പാകിസ്ഥാനാണ്. ജമ്മു കാശ്മീരിന്റെ ലഡാക്കിന്റെ ഈ ഭാഗത്തെ എന്താ പറയാ? POK എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ശരിക്കും സിന്ധു എവിടെ നിന്ന് എവിടം വരെ ഇന്ത്യയിൽ ഒഴുകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഉണ്ടല്ലേ. പക്ഷെ POK ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഈ പോയിന്റ് വരെയാണെങ്കിൽ 709. ബേസിക്കലി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 ആണ്. ഇനി അതല്ല, ഇവിടുന്ന് തൊട്ട് അങ്ങ് ചില്ലാറ് വരെ എടുക്കുവാണെങ്കിൽ 1114 കിലോമീറ്റർ ആണ്. അതാണ് ആ ഒരു വ്യത്യാസം. NCERT-യിൽ 1114 ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം POK നമ്മുടെയാണ്, അവർ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന പ്രദേശമാണ്. അതാണ് കാരണം. ഓക്കെ, പിടികിട്ടിയല്ലോ. ഇപ്പൊ സിന്ധു, ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, വലിയ നദി എന്ന് വെച്ചാൽ ഗംഗ തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ ഭാഗം, ഞാനിതാ വരക്കുന്ന നോക്കിക്കോ, പാകിസ്ഥാനും ഇന്ത്യയും ഇതും ബംഗ്ലാദേശും അല്ലെ, മ്യാൻമറും നേപ്പാളും ഒക്കെ കണ്ട ഇതും, ഈവൻ ശ്രീലങ്കയും മാൽദീവ്സും അടക്കം ഈ ഒരു എൻറ്റയർ സ്ഥലം നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ നദി വൃഷ്ടിപ്രദേശമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സിന്ധു ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗംഗ തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ഇതാണ് ഉപഭൂഖണ്ഡം, വളരെ വലിയൊരു പ്ലേസ് ആണിത്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു ആണ്, മറക്കരുത്. ഓക്കെ, ഇനി സിന്ധു നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം നമ്മളെല്ലാം പഠിച്ചു. ഇതാണ് മാപ്പ് ആദ്യം നോക്കണം എന്ന് പറയുന്നത്. ലഡാക്കിലെ ലേയെ ചുറ്റിക്കൊണ്ടാണ് ഇവൻ ഒഴുകുന്നത്. PSC ക്വസ്റ്റ്യൻ. ലഡാക്കിനും സസ്കറിനും ഇടയിലാണ് ഒഴുകുന്ന പർവ്വതം, ലഡാക്കും സസ്കറിന്റെ ഇടയിലൂടെ. പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നത് ചില്ലാറിനടുത്ത്, അതും നമ്മൾ പഠിച്ചു. ഇതാണ് മാപ്പ് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, പിന്നീട് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറേ അറ്റത്തുള്ള നദി നിങ്ങൾ നോക്കിയേ, ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കിയേ. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ആരാ? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള, ഓക്കെ, ഈ ഒരു രൂപോ അല്ലെങ്കിൽ വേറൊരു ഡയഗ്രാം, ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഞാൻ കുത്തി വരച്ചിട്ടിരിക്കുകയാണ്, വേറെ ഏതെങ്കിലും ഡയഗ്രാം എടുക്കാം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയല്ലേ സിന്ധു, അങ്ങ് പാകിസ്ഥാനിലേക്കല്ലേ ഒഴുകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി എന്ന് പറയുന്നത് സിന്ധു തന്നെയാണ്. കണ്ടല്ലോ, ബാക്കി എല്ലാവരും ഇതിന്റെ കിഴക്ക് വശത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, ഏറ്റവും പടിഞ്ഞാറ് സിന്ധു തന്നെയാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യയിലെ ഹിമാലയൻ നദി. തീർച്ചയായും നമ്മൾ പറഞ്ഞു ഇത് പടിഞ്ഞാറേ അറ്റത്താണ്. പടിഞ്ഞാറേ അറ്റം കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, സിന്ധു ആണ്. പാകിസ്ഥാനിലാണ് പ്രധാനമായിട്ട് ഒഴുകുന്നത് അല്ലെ. അതുകൊണ്ട് പാകിസ്ഥാന്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാന്റെ ദേശീയ നദിയുമാണ് സിന്ധു നദി. ഇപ്പോ മറക്കരുത്, ലൈഫ് ലൈനുമാണ്, നാഷണൽ റിവറുമാണ് പാകിസ്ഥാന്റെ സിന്ധു. ഓക്കെ, ഇനി നിങ്ങൾ സിന്ധു നദീതട സംസ്കാരത്തിൽ മോഹൻജദാരോ പഠിച്ചില്ലേ? ഗ്രാനറിയൊക്കെയുള്ള അല്ലെ, ഗ്രേറ്റ് ബാത്ത് ഒക്കെയുള്ള മോഹൻജദാരോ. ഈ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിന്റെ നദീതീരത്താണ്, മറക്കരുത് കേട്ടോ. അല്ലാതെ സിന്ധു നദീതട സംസ്കാരത്തിലെ സകല സ്ഥലങ്ങളും സിന്ധുവിന്റെ നദീക്കരയിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. സിന്ധുവിന്റെ നദിക്കരയിലുള്ള സിന്ധു നദീതട സംസ്കാരത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്. ഹാരപ്പ എവിടെയാ? ഹാരപ്പ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണെന്ന് ക്ലൂ ഞാൻ തരാം. ഹാരപ്പയുടെ സെൻട്രൽ ഒരു ലെറ്റർ ഉണ്ട്, അത് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ക്ലിയർ. ഇനി സിന്ധു നദിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളും ഡാമുകളും. ഏത് നദി പഠിക്കുമ്പോൾ അവിടുത്തെ ഡാമുകൾ, ആ ഒരു ജലവൈദ്യുത പദ്ധതി നിലയങ്ങൾ, ജലസേചന പദ്ധതികൾ പഠിച്ചിട്ട് പോവാം. ഇനി ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാം. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടായിരുന്നു, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന എക്സാംസുകൾക്കൊക്കെ സിന്ധു നദിയിൽ നിന്നാണ് ചോദ്യം വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് നദി എന്ന് പറയുന്നത്. സിന്ധു നദിയും സിന്ധുവിന്റെ പോഷക നദികളും എന്ന് പറയുന്നത്. കാരണം നമ്മൾ സിന്ധു നദീതട കരാറൊക്കെ എന്താണ് ലംഘിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിർത്തലാക്കിയിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു യുദ്ധ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരും, കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തിട്ട് ജോഗ്രഫിയിൽ നിന്ന് ചോദ്യം വരും. ഓൾറെഡി ചോദിച്ചു നിമോ ബാസ്കോയും അതുപോലെ ഷാപ്പൂർ കണ്ടി ഡാമും അതുപോലെ എന്താണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സാമിന് കഴിഞ്ഞ കുറച്ച് എക്സാംസുകൾക്ക് കണ്ടിട്ടുണ്ട്. നിമോ ബാസ്കോ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സിന്ധുവിലാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന പട്ടണം ലേ ആണ്, ലഡാക്കിന്റെ ക്യാപിറ്റൽ ആയ ലേ. കണ്ടില്ലേ? അപ്പൊ നംഗ പർവ്വതത്തിന് സമീപം ചില്ലാർ എന്ന പ്രദേശത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, അതും നമ്മൾ പഠിച്ചു. കറാച്ചിക്കടുത്താണ് അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പൊ പതനസ്ഥാനം പറഞ്ഞേ കറാച്ചി, കറാച്ചിയിൽ അറബിക്കടലില്. ഓക്കെ, ഇപ്പൊ സെറ്റ് അല്ലേ? നിമോ ബാസ്കോ സെറ്റ് അല്ലേ? ഓക്കെ, ബാക്കിയെല്ലാം സിന്ധുവിന്റെ പോഷക നദികളിലുള്ള എന്താണ് ഈ പറഞ്ഞ സ്ഥലങ്ങളാണ്. അത് നമുക്ക് അടുത്ത പോഷക നദികൾ പഠിക്കുമ്പോൾ പഠിക്കാം. ഇനി സിന്ധുവിന്റെ പോഷക നദികൾ. സിന്ധു ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദീ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോഷക നദികളുണ്ട്. എപ്പോഴും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ട്രിബ്യൂട്ടറീസ് ആയിട്ട് തന്നെ പഠിക്കുക. ഇടതുഭാഗം വന്നു ചേരുന്ന നദികൾ, വലതുഭാഗം വന്നു ചേരുന്ന പോഷക നദികൾ, ഇങ്ങനെ വേണം പഠിക്കാൻ. കാരണം ഈ വരുന്ന ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ ഇത് ഇങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് പഠിക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് സിന്ധുവിന്റെ ഒരുവിധമെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള നദികളായിരിക്കും. ഒരുവിധമെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള നദികളാണ്. കാരണം എന്താ? സിമ്പിൾ. ഇതേ നോക്കിയേ, ഇതാണ് സിന്ധു. സിന്ധുവിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ സിന്ധുവിന്റെ ഒരു നദി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ നദിയുടെ ലെഫ്റ്റ്. അപ്പൊ ഈ നദി ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? സിന്ധു ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? അപ്പൊ സിന്ധുവിന്റെ ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയല്ലേ? അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള നദികളാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഒക്കെ കൂടുതലും എല്ലാം അല്ല. ഓക്കെ, അപ്പോ അതാണ് നമ്മളിത് ഇവിടെ നോക്കാൻ പോകുന്നത്. സസ്കർ പർവ്വതനിര നമ്മുടെ ഇന്ത്യയിലല്ലേ, അവിടുന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സസ്കർ. സുരു, ഇതും നമ്മുടെ ലഡാക്കിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകുന്ന നദിയാണ്. പക്ഷെ ഇത് പിയോക്കിലൊക്കെയാണ് ഇപ്പോ. ജലം കാശ്മീരിലൂടെ ഒഴുകുന്നത്. ചെനാബ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അല്ലെ, രവി പഞ്ചാബ്, ബിയസ് ഹിമാചൽ പഞ്ചാബ്, സത്ലജ് ഹിമാചൽ പഞ്ചാബ് എല്ലാം ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളാണ്. ഇവന്മാര് 5 പേര് ചേർന്നിട്ടുണ്ടാക്കുന്ന നദിയാണ് പഞ്ചനാഥ് നദി. എന്ന് വെച്ചാൽ ഇത് 5 പേരും നേരിട്ട് പോയിട്ടല്ല സിന്ധുവിൽ പതിക്കുന്നത്. ഇവരെല്ലാവരും കൂടിച്ചേർന്ന്, നിങ്ങൾ മാപ്പിൽ നോക്കിയോ, എല്ലാവരും കൂടിച്ചേർന്ന് പഞ്ചനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയായിട്ടാണ് സിന്ധുവിൽ പോയി പതിക്കുന്നത്. സെറ്റ് അല്ലേ? അതാണ് പഞ്ചനാഥ് റിവറും ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ? ഇനി ബാക്കിയുള്ള റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് കൂടുതലും നമുക്കറിയാത്ത ഇന്ത്യയിലല്ലാത്ത നദികളായിരിക്കും. കണ്ടോ, ഷോഗ് മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ഷോഗിന്റെ പോഷക നദിയായിട്ടുള്ള നുബ്രയും. നുബ്ര എന്താ? സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഷോഗിന്റെ പോഷക നദിയാണ് നുബ്ര. ഷോഗ് നേരെ പോയി സിന്ധുവിൽ പതിക്കും. ഓക്കെ, അത് മാത്രമേ റൈറ്റ് ഉള്ളൂ. ബാക്കി എല്ലാവരും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലേക്ക്, എന്ന് വെച്ചാൽ സിന്ധുവിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ലെഫ്റ്റ് നിങ്ങൾ നോക്കിയേ, സിന്ധുവിന്റെ ലെഫ്റ്റ് നിങ്ങൾ നോക്കിയേ, അതങ്ങ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിന്നൊക്കെ ഒഴുകി വരുന്ന നദികൾ തന്നെയായിരിക്കും. സെറ്റ് അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് ഞാനിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, പേര് ഹൻസ. കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലേ? ഗിൽജിത്ത്, പിയോക്കയിലെ ഒരു സ്ഥലത്തിന്റെ പേര് ഗിൽജിത്ത്. അടുത്ത നദിയുടെ പേരാ സ്വത്ത് വാലി. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലാല യൂസഫ്സായി, പാകിസ്ഥാനില് വെടിയേറ്റ താലിബാന്റെ വെടിയേറ്റ മലാല യൂസഫ്സായിയുടെ വീടൊക്കെ സ്വത്ത് റിവറിന്റെ കരയിലായിരുന്നു. കാബൂൾ റിവർ അഫ്ഗാനിസ്ഥാനിന്റെ ഒരു സ്ഥലത്തിന്റെ പേരാ കാബൂൾ. ഖുറാം റിവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയുടെ പേര്. ഈവൻ എനിക്ക് തോന്നുന്നു ഷാജഹാനോ മുഗൾ രാജാവ്, അഫ്ഗാനിൽ നിന്ന് വന്നവരല്ലേ മുഗൾ രാജാക്കന്മാര്, അതിൽ ആരുടെയോ പേര് പ്രിൻസ് ഖുറാം എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാജഹാന്റെ പേര് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ അങ്ങ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലെ നദികളാണ്. സെറ്റ് അല്ലേ? റൈറ്റ് ബാങ്ക് കൂടുതലും പാകിസ്ഥാൻ എന്നുള്ള നദികളാ, ഷോഗും നുബ്രയും ഒഴിച്ച്. സെറ്റ് അല്ലേ? ലെഫ്റ്റ് കൂടുതലും ഇന്ത്യയിലുള്ള നദികളാണ്. അപ്പൊ നമ്മൾ അത് പഠിച്ചു.
ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഈ വർഷം നമ്മൾ കറണ്ട് അഫെയറിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ഭാഗം, സിന്ധു നദീജല കരാർ. ഇത് സൈൻ ചെയ്തത്, എടാ നിങ്ങൾ ഇത് പഠിക്കാതെ പോകരുത്, 2025-26 എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിർബന്ധമായും പഠിക്കുക, അല്ലാത്തതാണെങ്കിലും പഠിക്കുക, നിങ്ങൾക്ക് എക്സാമിന് വരും. ഇത് 19th സെപ്റ്റംബർ 1960 സൈൻ ചെയ്തത്. 1960 സെപ്റ്റംബർ 19 ആരൊക്കെയാ സൈൻ ചെയ്തത്? നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാന്റെ മുഹമ്മദ് അയൂബ് ഖാനും ആണ് അന്ന് സൈൻ ചെയ്തത്. അതായത് വെള്ളം കൂടുതലും സിന്ധുവിലെ ഒരുവിധം പോഷക നദികളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് പോകുന്നവരാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എന്തെങ്കിലും ഒരു യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നദി അങ്ങ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാന് വെള്ളം കിട്ടില്ല. അല്ലെങ്കിൽ ഡാമൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പ്രളയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇരു രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ തന്നെ കരാറ് ഒപ്പിട്ടു. പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്തപ്പോൾ നമ്മൾ കരാറിൽ ഏർപ്പെട്ടു. നമ്മുടെ ജവഹർലാൽ നെഹ്റു, അവിടുത്തെ ആരാ? അയൂബ് ഖാൻ. ഓക്കെ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് പ്രസിഡന്റ്, ഐ എം നോട്ട് ഷുവർ, പ്രൈം മിനിസ്റ്റർ ഐ തിങ്ക് അയൂബ് ഖാൻ ആണ്. ഓക്കെ, ഇനി സിന്ധു നദി ജല കരാറ് മധ്യസ്ഥ വഹിച്ചത് ആരാണ്? മീഡിയേറ്റർ ആയിട്ട് നിന്ന ആരാണ്? നിങ്ങൾ ഒരു കാരണവശാലും ഇത് എക്സ്പെക്ട് ചെയ്യില്ല. അത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയോ അല്ലെങ്കിൽ നദിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലൈക്ക് UNEPയോ യുനെസ്കോയോ ഒന്നുമല്ല. അത് ലോക ബാങ്കാണ്, വേൾഡ് ബാങ്കാണ് നമ്മുടെ ഈ പറഞ്ഞ നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത്. ഈ കരാർ അനുസരിച്ച് നമ്മുടെ ടോട്ടൽ 6 നദികൾ, സിന്ധു അടക്കമുള്ള 6 നദികളിൽ 3 ഇന്ത്യയുടേതാണ്, 3 പാകിസ്ഥാന്റേതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നദികളിൽ ഇന്ത്യക്ക് ഡാം ഉണ്ടാക്കാം, ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാം, സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് തടയാം, വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ പാകിസ്ഥാന് കൊടുത്ത നമ്മുടെ ആ 3 നദികൾ, ഈ കരാറ് പ്രകാരം പാകിസ്ഥാന്റെ നദികളായ സിന്ധു, ജലം, ചെനാബ് എന്ന നദികളിൽ നമ്മൾ വലിയ ഡാമുകളോ വലിയ ജലവൈദ്യുത പദ്ധതി നിലയങ്ങളോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും സ്ട്രക്ചേഴ്സോ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ കരാറ് ഒപ്പുവെച്ചത്. 3 പേര് പാകിസ്ഥാന്റെ, ആരൊക്കെയാ? ഇൻഡസ്, ജലം, ചെനാബ്. അപ്പൊ സിന്ധു നദിയും കാശ്മീരിലെ നമ്മുടെ ജലം റിവറും ചെനാബ് നദിയും പാകിസ്ഥാൻ അവകാശമുള്ളതാണ്. ഇന്ത്യക്ക് അവകാശമുള്ളത് നമ്മുടെ ബിയസും സത്ലജും രവിയും. ഇതൊന്നുമില്ലടാ, തെക്ക് ഭാഗത്തുള്ള നദികളൊക്കെ ഇന്ത്യയുടേത്, വടക്ക് ഭാഗത്തുള്ള നദികളൊക്കെ പാകിസ്ഥാൻ്റെത്. കാരണം തെക്ക് ഭാഗമല്ലേടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒക്കെ വരുന്നത്. പഞ്ചാബ്, ഹരിയാന, ഇതിന്റെയൊക്കെ അടുത്തുള്ള നദികൾ, കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ടുള്ള നദികൾ കണ്ടില്ലേ, ചെനാബ്, ബിയസ്, സത്ലജ്. ഇനി വടക്ക് ഭാഗം ലഡാക്കിൽ ഇപ്പൊ ആ നദിയിൽ വെള്ളം നമുക്ക് വലിയ ആവശ്യമില്ല അല്ലെ. ലഡാക്കിൽ ശീത മരുഭൂമിയാ, ജനങ്ങളെ കുറവ്, ആകെ ലേ മാത്രമുണ്ട്. ഇൻഡസ്, ജലം, ചെനാബ് അവരുടെ നദികളാണ്. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ? ഇതാണ് ഈ ഒരു സിന്ധു നദീജല കരാർ. ഇന്ത്യയുടെ നദികൾ ഏതൊക്കെയാണെന്ന് മാത്രം പഠിക്കുക. BRS അല്ലെങ്കിൽ RBS, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. 2 ഓപ്പോസിറ്റ് കാര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുക. അപ്പൊ ബിയസ്, രവി, സത്ലജ് ആണ് ഇന്ത്യയുടെ നദികൾ. സെറ്റല്ലേ? ഇനി കഴിഞ്ഞു, നദീജല കരാർ കഴിഞ്ഞു. എക്സാമിന് ചോദിക്കും കറണ്ട് അഫെയർ. ഇനി നമ്മൾ ഈ നദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, സിന്ധു നദിയിൽ നമുക്കൊരു സസ്തനിയെ കാണാൻ പറ്റും, മീനല്ല കേട്ടോ. ഓക്കെ, അക്കോർഡിംഗ് ടു എന്താണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഡോൾഫിൻ, അതുപോലെ ബ്ലൂ വെയിൽ എന്ന് പറയുമ്പോൾ നീലത്തിമിംഗലം തുടങ്ങിയവയൊക്കെ എന്താണ്? സസ്തനികളാണ്, മത്സ്യങ്ങളല്ല. ഓക്കെ ഓക്കെ യെസ്. അപ്പോ സിന്ധു നദിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്തനി കാണാൻ പറ്റും. അതാണ് ഇൻഡസ് ഡോൾഫിൻ അഥവാ സിന്ധു ഡോൾഫിൻ. നമുക്ക് ഗംഗയിലും ഉണ്ട് ഗംഗ ഡോൾഫിൻ, ഗെയിൻജറ്റിക് ഡോൾഫിൻ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ജലജീവി. അതേപോലെ നമ്മുടെ സിന്ധുവിൽ കാണുന്ന മറ്റൊരു ജീവിയാണ് ഇൻഡസ് ഡോൾഫിൻ എന്നുള്ളത് മറക്കരുത്. ഇതാണ് നമ്മുടെ പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവി. നമ്മുടെ പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവി ഇതാണ്. കാരണം സിന്ധുവിന്റെ പോഷക നദികളൊക്കെ പ്രധാനമായിട്ട് എവിടെയാ? പഞ്ചാബിലാണ് അല്ലെ. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്, എണ്ണം വളരെ കുറവാണ്, മറക്കരുത്. ഇനി ഇൻഡസ് ഡോൾഫിന്റെ സെൻസസ് എടുത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും. കാരണം പഞ്ചാബിന്റെ അല്ലടാ സംസ്ഥാന ജലജീവി,
അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചാബായിരിക്കും ആദ്യം സെൻസസ് എടുത്തത്. അപ്പൊ സിന്ധുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സിന്ധു സെറ്റല്ലേ? സിന്ധു സെറ്റല്ലേ? പഠിച്ചല്ലോ. ആ, സിന്ധുവിന് കുറെ പോഷക നദികൾ ഉണ്ടല്ലേ? അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ജലം, ചെനാബ്, ബിയസ്, രവി, അതുപോലെ സത്ലജ് തുടങ്ങിയ 5 നദികളെ കുറിച്ചായിരിക്കും. അതിനുശേഷം നമ്മൾ ഗംഗയിലേക്ക് പോകും. അപ്പോ ഞാൻ ചോദിച്ച ചോദ്യം മറക്കരുത്. ഹാരപ്പ എന്ന സിന്ധു നദീതട സംസ്കാരത്തിലെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? ക്ലൂ പേരിൽ തന്നെയുണ്ട്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ നോട്ട്സ് അടക്കം ഈ ഒരു അനോട്ടേഷൻ അടക്കം എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിന്റെ പേര് ജിയോ മെന്റർ എന്ന് തന്നെ, ജിയോ സ്പേസ് മെന്റർ, അല്ലെങ്കിൽ എൻ്റെ പേര് സെർച്ച് ചെയ്താലും മതി, സൂരജ് കോടിയേരി. ഓക്കെ, അപ്പോൾ ക്ലാസ്സിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് നോട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.